ഗൈസ്, വെൽക്കം ബാക്ക് ടു ട്രിപ്പിൾ എ ഡയറീസ്. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണ ചലഞ്ചിന്റെ പേരാണ് ഫൈൻഡ് ദ ലിറിക്സ് ചാലഞ്ച്. അപ്പൊ ഗൈസ് അത് എന്താന്ന് വെച്ചാല് നമ്മൾ കുറച്ച് ലിറിക്സ് പ്ലേ ചെയ്യും. ഒരാള് കളിക്കും, രണ്ടാൾ ഒരുമിച്ചല്ല കളിക്കല്. ഒരാള് ആദ്യം കൊടുക്കും, ചാലഞ്ച് കൊടുക്കും, ലിറിക്സ് പ്ലേ ചെയ്ത് കൊടുക്കും, സിസ്റ്റത്തിൽ നമ്മൾ പ്ലേ ചെയ്ത് കൊടുക്കും. എന്നിട്ട് അതിന് ശേഷം ആ പ്ലേ ചെയ്യുന്ന ആളല്ലാത്ത ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് ആ ലിറിക്സ് കണ്ടുപിടിച്ചിട്ട്, അതായത് ഇപ്പൊ ഞാൻ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവള് കണ്ടുപിടിക്കും, ഇവള് സെറ്റ് ചെയ്തത് ഞാനും കണ്ടുപിടിക്കും. അതില് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെ കുറച്ച് പോർഷൻ ഇട്ടിട്ടുണ്ടാവും. ആ പോർഷനിലുള്ളത് കണ്ടുപിടിക്കുക, എന്നിട്ട് പാടുക അതിന്റെ ഒപ്പം. ഇതാണ് ചലഞ്ച്. അതെ, പൊഴിച്ചിട്ടത് നമ്മള് പാടുക. എങ്ങനെ റെഡിയാ? ഞാൻ റെഡിയാണ്. അപ്പൊ ഓക്കെ ഗൈസ്, ചലഞ്ചിലോട്ട് പോവാം. ഇതാണ് നമ്മള് സോറി, ഇതാണ് നമ്മൾ അമ്മുവിന് കൊടുക്കാൻ പോണ സോങ്. ഇതില് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് അമ്മു ഫില്ല് ചെയ്യണം. പാടുമോ നമുക്ക് നോക്കാം ഗൈസ്. അപ്പൊ ഞാൻ പാടട്ടെ ഗൈസ്. ആരും കാണാതെത്തുന്നു രാധ, ആയർ പെണ്ണെ നീ വരുമായ, പയ്യനെ കറന്നു വെച്ച് പാൽക്കുടം നിറച്ചു വെച്ച് പാലാഴി തിങ്കളായി വന്ന രാധ, എന്താണ് പട്ടും മറന്നു പട്ടെടുത്ത് തൊട്ട് പാട്ട് തൊട്ട് പത്മനാഭ പൂജ ചെയ്ത കൃഷ്ണഗാഥ, തന്തനാല തന്തനാല എന്റത് നിന്റത് ഇതന്നെയാണോ നോക്ക. ബാക്കി വായിക്കും. മാരിവില്ല് നിന്റെ വർണ്ണമാല, രാധയ്ക്കു കാതുകളിൽ ബാക്കി രാമലീല. അപ്പൊ നോക്കാം ഗൈസ്, അമ്മു പറഞ്ഞതൊക്കെയാണോ എന്നുള്ളത്. അമ്മു ഫസ്റ്റ് രണ്ടെണ്ണം ശരിയാണ്, സെക്കൻഡും തേർഡും നമുക്ക് നോക്കാം ഗൈസ്. രണ്ടെണ്ണം ശരിയാ ആണോന്ന് നോക്കാം ഗൈസ്. അമ്മു പറഞ്ഞത് പാൽക്കുടം നിറച്ച് വെച്ച് പാലാഴി തിങ്കൾ പത്മനാഭ പൂജ ചെയ്ത കൃഷ്ണഗാഥ. അത് രണ്ടും ശരിയാണ് ഗൈസ്. ലാസ്റ്റത്തെ ഞാൻ എന്തോ പറഞ്ഞു, രാമലീല. അമ്മ ലാസ്റ്റത്തെ പറഞ്ഞ രാമലീല എന്നാണ്. നോക്കാം, രാഗമാല എന്നാണ് ഗൈസ്. നമ്മള് അച്ഛനെ സെറ്റ് ചെയ്ത പാട്ട് ഇതാണ്. പാടുക നോക്കാം. പാടുന്നു പ്രിയരാഗങ്ങൾ ചിരിമായാതെ നഗരം, തേടുന്നു പുതുതീരങ്ങൾ കൊതി തീരാതെ ഹൃദയം, കണ്ണെത്താ ദൂരത്തെ കൺചിമ്മും ദീപങ്ങൾ, നാം കണ്ട സ്വപ്നങ്ങൾ പോൽ ലൈലാകമേ പൂച്ചൂടു വിടവാങ്ങുമീ രാത്രി തൻ വാതിലിൽ. നമുക്ക് ഇതാണോ നോക്കാം ഗൈസ്. ഒരു ലാസ്റ്റ് ഇപ്പൊ ഡൗട്ടായി. കറക്റ്റ് അല്ലേ? ദീപങ്ങൾ കറക്റ്റ് ആണ് ഗൈസ്. യെസ്, എന്റെ ഫുള്ള് കറക്റ്റ് ആണ് ഗൈസ്. എന്റെ ഫുള്ള് കറക്റ്റ് ആയിട്ട്. ഇനി അടുത്ത ചാലഞ്ച് നമുക്ക് അമ്മൂന് കൊടുക്കാം ഗൈസ്. ആലുവ പുഴയുടെ തീരത്ത് ആരാരുമില്ല നേരത്ത്, തന്നനം തെന്നി തെന്നി തേടി വന്നൊരു മാർഗഴിക്കാറ്റ്, പൂമരക്കൊമ്പിൻ ചാരത്ത് പൂമണം വീശും നേരത്ത്, തന്നനം തെന്നി തെന്നി തേടി വന്നൊരു മാർഗണിക്കാറ്റ്. കറക്റ്റ് ആണോ നോക്കാം. കറക്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ മാർഗഴിയല്ല, മാർഗഴി എന്താണ്.
യെസ്. ആദ്യത്തെ ശരി, നേരത്തെ ശരി. പൈങ്കിളിക്കാച്ചാണ് ഗൈസ്, അങ്ങനെ തെറ്റിച്ചോ? ഇത് മാത്രം വരി മാത്രം തെറ്റിട്ടുള്ളൂ, ബാക്കിയുള്ളതൊക്കെ ഞാൻ പഠിച്ച പരിപാടി. ഗൈസ്, അടുത്ത പാട്ട് ഇതാണ്. നമ്മൾ അച്ചുവിനെ കൊടുക്കണേ. അച്ചു പാടട്ടെ. പാട്. പൊൻവീണി എന്നുള്ളിൽ മൗനം വാങ്ങും, ജന്മങ്ങൾ പുൽകും നിൻ നാദം കേൾക്കും, ദൂതും പേരെ നീങ്ങും മേഘം ഹംസങ്ങൾ പാടുന്ന ഗീതം ഇനിയും ഇനിയും അരുളി. നോക്കാം മക്കഞ്ഞ് ഗൈസ്, ഇതിൽ എന്താണ് അവസ്ഥ? മൗനം, ജന്മങ്ങൾ പുൽകും നിന്നാണ് ഞാൻ പാടിയത്. യെസ് ഗൈസ്. നാദം ദൂതും പേര്. യെസ് ഗൈസ്, ഞങ്ങൾ പാടുന്ന ഗീതം. ഗൈസ്, അതും ഞാൻ കറക്റ്റ് ആക്കി ഗൈസ്. ഇതാണ് ഗൈസ് നമ്മൾ അമ്മൂന് കൊടുക്കുന്ന പാട്ട്. ദേവദൂതർ പാടി, സ്നേഹദൂതർ പാടി, ഇന്നീ നീലപ്പൂക്കൾ ചൂടിനിലാവിൽ ഇവിടെ നീലപ്പൂക്കൾ ഫസ്റ്റത്തത് വന്നു നിന്റെ വീണയിൽ എന്നെഞ്ചിടം തൊട്ടു. ഇവിടെ നെഞ്ചിടം തൊട്ടു ആടുമേക്കൻ കൂടെ. ഇതേത് പാട്ട്? കൂടെ വരാം പൈകളിക്ക് വാ 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 പൈക്കളുമായി വാ വാ വരാം വാ വാ വരാം. പ്ലേ ചെയ്യും. ഈ പാട്ട് ഞാൻ പാടിത്തരാം ഗൈസ്. ദേവദൂതർ പാടി, സ്നേഹദൂതർ പാടി, ഈ ഒലീവിൻ പൂക്കൾ ചൂടിയാടും ഇന്നു നിന്റെ പാട്ടു തേടി കൂട്ടു തേടിയാരോ വന്നു നിന്റെ പാണികളും തൊട്ടു. അമ്മ പാടി എല്ലാം. എനിക്ക് പാട്ട് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് ഫുൾ ശരിയാക്കി ഞാൻ പാടിയിട്ടുണ്ട്. ഗൈസ്, നമ്മൾ അച്ചുവിന് അടുത്തതായിട്ട് കൊടുക്കണ പാട്ട് ഇതാണ്. നോക്കാം. തങ്കത്തിങ്കൾ കിളിയായി കൂറുകാം, താരത്തുവൾ മിനയാം നനയാം, നീരാടിയാടും നിറസന്ധ്യയിൽ വണ്ടുലഞ്ഞ മലർ പോലെ വാർനിലാവിനിതൾ പോലെ നെഞ്ചിനുള്ളിൽ ഒരു മോഹം, അതിനിന്ദ്രനീലലയ ഭാവം, കുങ്കുമമേഘം കുളിരു കോർക്കും ഒരു മഞ്ഞള പോലെയുലാവാം, അമ്പിളി നാളം പതിയെ മീട്ടും ഒരു തമ്പുരു പോലെ തലോടാം. ഇങ്ങനെയാണോ നമുക്ക് നോക്കാം ഗൈസ്. അറിയില്ല, ലാസ്റ്റ് എത്തിയപ്പോ കൺഫ്യൂഷനായി. നമുക്ക് സ്പീഡ് കൂട്ടിയിടാം, അപ്പൊ വേഗം കിട്ടും. സന്ധ്യയിൽ നിന്നല്ല ഞാൻ പാടിയത്. വരെയുള്ളതൊക്കെ ശരിയാണ്, കിട്ടും കേട്ടോ. ഇന്ദ്രനീല ലയ ഭാവം നാം പാടിയത്. ലയഭാവം. അമ്പിളി നാളം പതി, അതന്നല്ലേ പാടിയത്. യെസ് ഗൈസ്, അതും ശരിയാക്കി ഗൈസ്. ഇതാണ് ഗൈസ് നമ്മൾ അമ്മൂന് കൊടുക്കുന്ന പാട്ട്. പാടോ നോക്കാം ഗൈസ്. മുത്തുചെപ്പിപ്പോലൊരു കത്തിനുള്ളിൽ വന്നൊരു കിന്നാരം, ഇവിടെ വന്നൊരു കിന്നരിച്ചു പാടുവാനുള്ളിനുള്ളിൽ നിന്നൊരു ശ്രീരാഗം. നിന്നൊരു എന്നാണ്. മൂടൽ മഞ്ഞിൻ കുളിരുള്ള പുലരിയിൽ പാറിപ്പാറി എന്നും എന്റെ കനവുകളിൽ കനവുകളിൽ വരവായി നീ ആയിഷ, വരവായി നീ ആയിഷ. ഇത് ഞാൻ ശരിക്കും പാടിയിരിക്കുന്നു, എന്നാണ് എന്റെ വിശ്വാസം.
നോക്ക് നോക്ക് തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. തിന്നുള്ളിൽ വന്നൊരു കറക്റ്റ് ആണ് ഗൈസ്. കിന്നരിച്ചു പാടുവാനുള്ളിനുള്ളിൽ നിന്നൊരു കറക്റ്റ് ആണ് ഗൈസ്. എന്റെ കറക്റ്റ് ആണ് ഗൈസ്. വരവായി നീ ആയിഷ. യെസ്, ഒരു പാട്ടെങ്കിലും ഞാൻ കൃത്യമായി ഞാൻ പാടി ജീവിതത്തിൽ ആദ്യമായി. ഗൈസ്, ഞാൻ കൊടുക്കാൻ പോകുന്ന ഈ പാട്ടാണ് നല്ല ബ്യൂട്ടിഫുൾ പാട്ട്. പാടട്ടെ. ഈറന്മേഘം പൂവും കൊണ്ടേ പൂജയ്ക്കായി ക്ഷേത്രത്തിൽ പോകുമ്പോൾ പൂങ്കാറ്റും സോപാനം പാടുമ്പോൾ പൂക്കാരി നിന്നെ കണ്ടു ഞാൻ. ഇവിടെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ പൂങ്കാറ്റും സോപാനം പാടുമ്പോൾ നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം ഗൈസ്. എനിക്ക് തോന്നുന്നത് ഇത് കറക്റ്റ് ആണെന്നാണ്, കാരണം അവളത് എഴുതി പഠിച്ച പോലെ പാടുന്നുണ്ട്. പോകുമ്പോൾ കറക്റ്റ് ആണ് ഗൈസ്. സോപാനം കറക്റ്റ് ആണ്. പൂക്കാരി കറക്റ്റ് ആണ് ഗൈസ്. ഞാൻ എല്ലാം കറക്റ്റ് ആക്കി ഗൈസ്. അപ്പൊ ഗൈസ്, ഇന്നത്തെ ചലഞ്ച് ഇത്രേ ഉള്ളൂ. അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് ചലഞ്ചസ് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം ഗൈസ്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ ഗൈസ്, ബൈ.